ഹായ് ഫ്രണ്ട്സ്, ഇന്നത്തെ പുതിയ വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ രാവിലത്തെ വീഡിയോ എന്ന് പറയുന്നത് കാപ്പി ഉണ്ടാക്കുന്നൊന്നും എടുക്കാൻ പറ്റിയില്ല കേട്ടോ. കാപ്പിക്ക് അടയായിരുന്നു ഉണ്ടാക്കിയത്. പെട്ടെന്ന് ഒരു അട ഉണ്ടാക്കി തിന്നു. ചേട്ടാക്കി പുട്ടുണ്ടാക്കി കൊടുത്തിട്ട് ഗോതമ്പ് പുട്ടാണ്. ഇവിടെ ഇടയ്ക്ക് ഗോതമ്പ് പുട്ട് ഇങ്ങനെ മെയിനായിട്ട് എപ്പോഴും ഉണ്ടാക്കുമായിരുന്നു ഗോതമ്പ് പുട്ട്. ആ ഗോതമ്പ് പുട്ട് മാറ്റി പിന്നെ ഞാൻ ഇടിയപ്പത്തിലോട്ട് ചാടി. പിന്നെ എപ്പോഴും ഇടിയപ്പമായിരുന്നു. അപ്പോൾ ചേട്ടായി ചോദിച്ചു, ഈ ഇടിയപ്പത്തിന് നിനക്കൊന്ന് മോചനം തരാമോ എന്ന് ചോദിച്ചു. വീണ്ടും ഞാൻ ഗോതമ്പ് പുട്ടയിലോട്ട് ചാടി. നമുക്ക് എളുപ്പത്തിലുണ്ടാക്കാമല്ലോ. അതുകൊണ്ട് ഇന്ന് ഗോതമ്പ് പുട്ട് ഉണ്ടാക്കി കൊടുത്തു. ഞാൻ ആ പാത്രത്തിലോട്ട് തന്നെ തേങ്ങ ചിരണ്ടിയൊക്കെ വൈകുന്നേരമൊക്കെ അട പോലെ നമ്മൾ ഉണ്ടാക്കിയല്ലേ, തേങ്ങയൊക്കെ ചിരണ്ടിയിട്ട് മധുരമൊക്കെ ഇട്ട് ഞാൻ അട ഉണ്ടാക്കി കഴിച്ചു. കൊച്ചിനും കൊടുത്തു. ഇത് കുഞ്ഞാപ്പി എൻ്റെ കൂടെ അടുക്കളയിൽ വന്നിരുന്ന് എഴുതുകയാണ് കേട്ടോ. എന്തോ എഴുതുന്നുണ്ട്. അവൾ സ്കൂളിൽ എഴുതുന്ന ബുക്ക് ഞാൻ എടുത്തു കൊടുത്തപ്പോഴത്തേനും അവൾ അത് വെച്ചിട്ട് എഴുതിക്കൊണ്ടിരിക്കുന്നതാണ് കേട്ടോ ഈ കാണുന്നത്. കുഞ്ഞ കായ് കൊടുത്തേ. ഇനിയിപ്പോൾ കുറേ പാത്രം കഴുകാനുണ്ട്. എല്ലാ പാത്രം കഴുകാനും നിരത്തി ഇട്ടേക്കാണ്. പിന്നെ മത്തങ്ങ ഇച്ചിരി ഇരിപ്പുണ്ട്. ആ മത്തങ്ങ കറി വെക്കാൻ നോക്കിയപ്പോൾ കറി വെക്കാനൊന്നും കണ്ടില്ല. അപ്പോൾ ഞാനെന്നാൽ മത്തങ്ങ കറി വെക്കാമെന്ന് വിചാരിച്ചു. പിന്നെ നമുക്ക് ചോറ് ഉച്ചക്കത്തേനുണ്ട് കേട്ടോ. നല്ല ചോറാണ്. അതുകൊണ്ട് പിന്നെ ഞാനത് തിളപ്പിച്ചൂറ്റി വെച്ചു. പിന്നെ കൊച്ചിന് ഉണക്കമീൻ ഇരിപ്പുണ്ട് വറുത്തത്. പിന്നെ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. പിന്നെ ഇതേ മൊത്തം അലങ്കോലമായിട്ട് കിടക്കുകയാണ്. എല്ലാം നമുക്കൊന്ന് സെറ്റാക്കി റെഡിയാക്കി വെക്കണം. ഫുൾ അവൾ നിരത്തിയിട്ടേക്കുവാണ്. മേശയെല്ലാം ക്ലീൻ ആക്കണം, എല്ലാം ചെയ്യണം. ഒരു പ്രത്യേക കാര്യം പറയാനുണ്ടെന്ന് വെച്ചാൽ ഇപ്പോൾ എല്ലായിടത്തും പാമ്പ് കടി ഏറ്റ് മരിച്ചു, അങ്ങനെയൊക്കെ കുഞ്ഞു പിള്ളേർ സഹിതം മരിക്കുന്നുണ്ട്. അപ്പം വളരെ സങ്കടകരമായ കാര്യമാണത്. അപ്പോൾ നമ്മുടെ വീടും പരിസരവും ഒക്കെ, എനിക്കാണെങ്കിൽ ഇവിടെ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ വീടും പരിസരവും ഒക്കെ ഭയങ്കര അലങ്കോലമായിട്ട് കിടക്കുന്നത്. വീടിൻ്റെ അകം ഞാൻ എപ്പോഴും വൃത്തിക്കാൻ സൂക്ഷിക്കുന്നത് എന്ന് പറഞ്ഞാലും പരിസരമൊക്കെ ഭയങ്കര എന്നാ പറയുക, ഭയങ്കര കാട് പിടിച്ച് കിടക്കുന്ന ഒരു ഇതാണ് കേട്ടോ. ഞാൻ കാണിച്ചു തരാം. നമ്മുടെ വീടിൻ്റെ ബാക്ക് വശമാണിത്. ഈ ബാക്ക് വശത്ത് വീട്ടിലെ ആൾക്കാർ ഇവിടെ അവരുടെ പറമ്പാണ് കേട്ടോ അത്. ആ പറമ്പിൽ നിന്ന് പാമ്പ് മിക്കപ്പോഴും ഞാനൊരു തവണ ഇവിടെ പാത്രം തേച്ച് കഴുകിക്കൊണ്ടിരുന്നപ്പം ഈ ഗ്രില്ലിൻ്റെ ഇടവഴി ഒരു പാമ്പ് കയറി വന്നതാണ്. ഞാൻ എന്നിട്ട് പേടിച്ച് ഈ ഇതിൻ്റെ പൊക്കത്ത് കയറി, സ്ലാവിൻ്റെ പൊക്കത്ത് കയറിയിരുന്നു. ചേട്ടായി അച്ഛനും ഇവിടെ ഉണ്ടായിരുന്നു. അപ്പോൾ അതേ തല്ലി കൊന്നു. അതുകൊണ്ട് എനിക്ക് ഭയങ്കര പേടിയാണ് കേട്ടോ. പക്ഷേ വീടിൻ്റെ അകമൊക്കെ ഞാൻ എപ്പോഴും വൃത്തിക്കാണ് സൂക്ഷിക്കാറുള്ളത്. എല്ലായിടവും ഞാൻ എപ്പോഴും അടിച്ചു തൂത്ത് വാരാറുണ്ട്. കുഞ്ഞിനെ ഞാൻ ഇങ്ങോട്ട് വാ, മക്കളുള്ളവരെയൊക്കെ പുറത്തിറക്കാതെയൊക്കെ സൂക്ഷിക്കുക. വേനൽ ചൂട് കാരണം ഇതുങ്ങളൊക്കെ തണുപ്പ് തേടി വരുന്നതാണ് നമ്മുടെ വീടിൻ്റെ അകത്തോട്ട്. അപ്പം എല്ലാവരും സുരക്ഷിതരായി സേഫായിട്ടിരിക്കുക, പിള്ളേരെ നോക്കുക. വളരെ സങ്കടകരമായി. എനിക്ക് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ കരച്ചിൽ വന്നു കേട്ടോ. ഇന്നലെയാണെങ്കിൽ തിരുവനന്തപുരത്ത് ചിറയൻകീഴ് എന്ന് പറഞ്ഞ സ്ഥലത്ത് ഒരു കൊച്ചു മരിച്ചത്. അയ്യോ, സഹിക്കാൻ പറ്റുന്നില്ല. അമ്മമാരും കാരണവന്മാർ ജീവിച്ചിരിക്കുമ്പോൾ മക്കൾ മരിക്കുക എന്നുള്ളത് ചിന്തിക്കാൻ പോലും പറ്റാത്ത ഒരു കാര്യമാണ്. അയ്യോ, ചിന്തിക്കാൻ പോയിട്ട് എനിക്കൊക്കെ വല്ല മെൻ്റലും വന്നു പോകും. കാരണം അത്രത്തോളം എല്ലാ അമ്മമാർക്കും അങ്ങനെ തന്നെയാണ്, മക്കളോടൊരു സ്നേഹം കൂടുതലല്ലേ. അപ്പം അങ്ങനെ ഇവക്ക് ആക്സിഡൻറ്റ് പറ്റിയപ്പോൾ തന്നെ ഞാൻ വേറൊരു ലോകത്തോട്ട് പോയതാണ്. അപ്പോൾ പിന്നെ ഇവക്ക് എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ എനിക്ക് ചിന്തിക്കാൻ പോലും പറ്റുന്നില്ല. നമുക്ക് ഏതൊക്കെ വിധത്തിലാണ് നമുക്ക് മരണം ദൈവം വിധിച്ചേക്കുന്നതെന്ന് അറിയത്തില്ല. എങ്കിലും നമ്മൾ ചെയ്യാനുള്ളത് നമ്മൾ ചെയ്യുക, സൂക്ഷിക്കാനുള്ളത് നമ്മൾ സൂക്ഷിക്കുക. അപ്പം നമുക്ക് നമ്മുടെ പണികളിലോട്ട് കിടക്കാം. ഞാൻ ഈ പാത്രം കഴുകാൻ പോവുകയാണ്. പാത്രം കഴുകിയിട്ട് വേണം കറിക്കുള്ളത് നോക്കാൻ. ഇന്ന് ചിലപ്പോൾ ഞാൻ വീട്ടിലോട്ട് പോകുമായിരിക്കും. കാരണം നാളെ കഴിഞ്ഞ് ചേച്ചിയുടെ വീടിൻ്റെ ഹൗസ് വാമിംഗ് ആണ്. അപ്പം നാളെ പോകാൻ വേണ്ടിയിട്ടാണ് ഞങ്ങളിരിക്കുന്നത്. ചിലപ്പോൾ ഞാൻ ഇന്ന് വൈകുന്നേരം വീട്ടിലോട്ട് പോയിട്ട് അവിടുന്ന് അങ്ങോട്ടേക്ക് പോകും. അപ്പോൾ എല്ലാം പാക്കൊക്കെ ചെയ്ത് വെക്കണം. ചിലപ്പോഴേ പോകത്തുള്ളൂ. ഇന്നില്ലെങ്കിൽ നാളെ ഞാൻ ഇവിടുന്ന് തന്നെ പോകാൻ വേണ്ടിയിട്ടാണ് ഇരിക്കുന്നത്. അതെങ്ങനെയാണെന്ന് തീരുമാനിച്ചിട്ടില്ല. അപ്പോൾ പാത്രം കഴിയാൻ ശേഷം നമുക്ക് ഇന്നിപ്പോൾ ഫുള്ള് ഞാൻ TV ഓഫ് ചെയ്ത് വെച്ച്. അവൾ എന്തായാലും കാണുന്നില്ല. ഞാൻ ഡോറൊന്ന് അടയ്ക്കട്ടെ, അല്ലെങ്കിൽ അവൾ ഇറങ്ങിപ്പോകും. കാണുന്നില്ലല്ലോ. എടി, നിന്നെ ആരെങ്കിലും എടുത്തുകൊണ്ട് പോയി ഞാൻ അറിയുമോ? അകത്തോട്ട് കയറി വാ പൊന്നായി. ഒരു അണ്ണാന്, നമ്മുടെ വീട്ടിലൊരു അണ്ണാന് വന്നത്. ഇത് നോക്കി, കണ്ടോ അണ്ണൻ വരുന്ന കണ്ടോടാ, കണ്ടോ അണ്ണൻ വന്നത് കണ്ടോടാ, പോകുന്നുണ്ടോ, പോയി ഇറങ്ങി അണ്ണാൻ. അപ്പോൾ അണ്ണാനൊക്കെ വന്ന് അണ്ണാനെയൊക്കെ ഓടിച്ചു വിട്ടല്ല, അണ്ണാനൊക്കെ പോയി. അപ്പോൾ പറഞ്ഞുകൊണ്ട് നിൽക്കാതെ ഞാൻ എത്രയും പെട്ടെന്ന് പാത്രം കഴുകട്ടെ കേട്ടോ.
അപ്പോൾ ഞാൻ പാത്രം കഴുകട്ടെ കേട്ടോ. പാത്രമൊക്കെ കഴുകി വെച്ചിട്ട് വേണം ബാക്കി പരിപാടികളൊക്കെ ചെയ്യാൻ. പാത്രം കഴുകട്ടെ കേട്ടോ. അയ്യോ, സത്യം പറഞ്ഞാൽ ഇത്രയും കൂടിയല്ല. എങ്ങനെ ഇത്രയും പാത്രം കൂടിയത് എനിക്ക് അറിയത്തില്ല. ഇതിൻ്റെ അകത്ത് ഇരുന്ന കറികളൊക്കെ ഞാനെടുത്ത് മാറ്റിയിട്ട് ഇന്നലെ രാത്രിയൊക്കെ ഞാൻ ഫുള്ള് പാത്രം കഴുകി വെച്ചിട്ടാണ് കിടന്നത്. അതുകൊണ്ടാണ് രാവിലെ ഇരുന്നിട്ട് ഇപ്പം എന്നായാലും പാത്രം കഴുകാനുണ്ട്. അതെനിക്കറിയാം. അയ്യോ, പാത്രം എവിടുന്ന് വരുന്നത് എങ്ങനെ വരുന്നതെന്നൊന്നും അറിയത്തില്ല. എന്നാലും ഇത് കഴുകി വെക്കട്ടെ. കഴുകി വെച്ചിട്ട് ഇന്നിപ്പം ഫുള്ളൊന്ന് ഓൺ വോയിസ് കൊടുക്കാമെന്ന് വിചാരിച്ചു. ഇന്നിപ്പോൾ ഞാൻ ടി വി വെച്ചിട്ടുണ്ട്. ടി വി വെക്കാത്തതുകൊണ്ട് എനിക്ക് അങ്ങനെ ചെയ്യാം. പക്ഷെ ടി വി വെച്ച് കഴിഞ്ഞാൽ കോപ്പിറൈറ്റ് കാണിക്കല്ലേ. അതുകൊണ്ട് ജാക്കിച്ചാന ഇപ്പം അവർക്ക് ഇഷ്ടമില്ല. ജാക്കിച്ചാൻ പാണ്ടയൊക്കെ ആണെങ്കിൽ ഇരുന്ന് കണ്ടു. പിന്നെ ഇടയ്ക്ക് എന്നോട് പറയും വന്ന് ടി വി വെച്ച് തരാമെന്ന് ചോദിച്ചു. എന്നതാണ് അവിടെ നല്ല കാണിക്കുന്നത്. ചിലപ്പോൾ ഇപ്പം വന്നിട്ട് ടി വി വെച്ച് തരാമെന്ന് വേണേൽ വന്ന് ചോദിച്ചു. എപ്പോഴും പിള്ളേർ വേറെ ആരും ഇല്ലല്ലോ, കളിക്കാൻ വേറെ ആരും ഇല്ലല്ലോ, ഇത് മാത്രമല്ലേ ഉള്ളൂ. അതുകൊണ്ട് ഒറ്റയ്ക്ക് ഇതിന് കുറച്ച് ബോറുണ്ട്. ഞാനൊരു കയ്യിലെല്ലാം വെക്കട്ടെ കേട്ടോ. പെട്ടെന്ന് ക്യാമറ ഉള്ളപ്പം വീഡിയോയിലേക്ക് പോയി പെട്ടെന്ന് കയ്യിൽ വെച്ചിട്ട് കറിക്കുള്ളതും കൂടെ സെറ്റാക്കട്ടെ. പേടിച്ചാണ് ഇവിടെ നിൽക്കുന്നത്. പാമ്പിനെ പേടിച്ചാണ് നിൽക്കുന്നത് ഇവിടെ. ഞാനിത് കൊണ്ട് വെച്ചതേ ശരിയാക്കട്ടെ. ഗായ്സ്, നമ്മളിതേ ഇച്ചിരി മത്തങ്ങായും മുരിങ്ങക്കായും കൂടെ ചാറ് വെക്കാൻ വേണ്ടി വെച്ചേക്കുവാണ്. അപ്പോൾ അതവിടെ ഇരുന്ന് വേവട്ടെ. ബാക്കിയുള്ള മത്തങ്ങ എടുത്ത് നമുക്ക് ഫ്രിഡ്ജിനകത്തോട്ട് കയറ്റാം. അയ്യോ, എൻ്റെ സന്താനം എന്ത് ചെയ്യാവോ. സന്താനത്തിന് ഞാൻ ഫോണ് ട്രൈപ്പോണിനകത്ത് വെച്ച് ഫോണിപ്പോൾ താഴെ ചാടി പോകേണ്ടതായിരുന്നു. ഈശ്വര, ഇതിപ്പോൾ ഇന്നലെ ഞാൻ ഫ്രിഡ്ജൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തതാണ് കേട്ടോ. നല്ല രീതിക്ക് ക്ലീൻ ചെയ്തു. ആവശ്യമില്ലാത്ത പച്ചക്കറിയും ആവശ്യമുള്ള പച്ചക്കറി മാത്രം വെച്ചിട്ട് ആവശ്യമില്ലാത്തതെല്ലാം എടുത്ത് കളഞ്ഞു. അങ്ങനെ സെറ്റാക്കി. അത് അവിടെ ഇരുന്ന് വേകട്ടെ. അപ്പോഴത്തേനും നമുക്ക് ഇവിടേക്ക് ഒന്ന് തൂത്തുവാരി അതിനുള്ള അരപ്പും കൂടെ ഒന്ന് അരച്ച് വെക്കണം. അപ്പോൾ കാന്താരിമുളക് ഇട്ട് നമുക്ക് അതിൻ്റെ അരപ്പും കൂടെ ഒന്ന് അരച്ച് വെക്കാം. അപ്പോൾ ഞാൻ അരപ്പൊക്കെ പോയി അരക്കട്ടെ കേട്ടോ. ഇപ്പോൾ ബാക്കിയുള്ള കാര്യങ്ങൾ വഴിയെ ഞാൻ എടുക്കാം. ഓക്കെ. അപ്പോൾ നമ്മുടെ കറിയൊക്കെ സെറ്റാക്കി വെച്ചിട്ടുണ്ട്. അതിലോട്ട് കടുകും കൂടെ പൊട്ടിച്ച് താളിക്കുകയാണ് കേട്ടോ. നമ്മുടെ മത്തങ്ങായും നമ്മുടെ മുരിങ്ങാക്കോലൊക്കെ നല്ല സൂപ്പർ കറിയായിട്ടുണ്ട്. അപ്പോൾ നമ്മളെല്ലായിടവും തൂത്തൊക്കെ വാരി മേശയൊക്കെ അടുക്കി പെറുക്കി വെച്ചു. ഇവിടെ റൂമിലാണെങ്കിലും ഷീറ്റൊക്കെ വിരിച്ചിട്ടു. എല്ലായിടവും തൂത്തു. അപ്പോൾ ഇനി നമ്മൾ അടുത്തതായിട്ട് മുറ്റം അടിക്കാൻ ഇറങ്ങുവാണ് ഗൈസ്. അപ്പോൾ ഞാനെൻ്റെ ഫോണും ട്രൈപ്പോഡിനകത്തോട്ടൊന്ന് വെക്കട്ടെ, അല്ലെങ്കിൽ ശരിയാവത്തില്ല. മുറ്റം അടിക്കാൻ ഇറങ്ങട്ടെ. മുറ്റം അടിക്കട്ടെ കേട്ടോ. അപ്പോൾ ഗായ്സ്, നമ്മുടെ ചെറിയ അലമാരി ഞാൻ അലമാരിയിൽ നിന്ന് തുണികളെല്ലാം എടുത്തിട്ട് മടക്കാനുള്ള പരിപാടിയാണ്. മടക്കിയിട്ട് ഇതെല്ലാം മടക്കിയിട്ട് വേണം ഇവിടെ കുളിപ്പിക്കാനൊക്കെ. ഇങ്ങനെ മടക്കി വെക്കാമെന്ന് ഓർത്തു. അതൊന്നും തട്ടിയിടല്ലേ, കുഞ്ഞു തട്ടിയിടും. താഴത്തെ ഒന്നും എടുക്കുന്നില്ല കേട്ടോ. താഴെ ഞാൻ സെറ്റാക്കി വെച്ചിരുന്നു. കൊച്ചിൻ്റെ തന്നെ മാത്രമാണ് ഇത് എടുക്കുന്നുള്ളൂ. ഇത് ഒത്തിരി ഉണ്ട് കേട്ടോ. 15 ഇപ്പം റെഡിയല്ലാത്ത ഡ്രസ്സാണ്. ഈ ഡ്രസ്സെല്ലാം ഇട്ടോണം കേട്ടോ. ഇനി ഏത് മടുക്കും എൻ്റെ കുഞ്ഞ്. നമുക്കേ പോവണ്ടേ? അതൊന്നും വേണ്ട, അത് അഴുക്ക് കൊടുക്കാം.
ഏകദേശം ഞാൻ തുണിയെല്ലാം ചാടിച്ചിട്ടുണ്ട്. ഞാനത് മടക്കി വെക്കുന്ന സെക്ഷനിലോട്ട് കിടക്കുവാണ്. ഉള്ളതിൽ ഏറ്റവും ചള്ളുടുപ്പാണ് അവൾക്ക് ഏറ്റവും ഇഷ്ടപ്പെടുന്നത്. അപ്പോൾ എല്ലാം കട്ടിലോട്ട് ചാടിച്ചിട്ടുണ്ട്. കാല് വെച്ച് ചവിട്ടല്ലേ കുഞ്ഞ്, തുണിയിലൊന്നും കാല് വെച്ച് ചവിട്ടല്ലേ കേട്ടോ. അപ്പം എൻ്റെ നല്ല ഡ്രസ്സൊക്കെ ഒരു സെക്ഷനിൽ എപ്പോഴും ഞാനിതിങ്ങനെ മടക്കി വെക്കുന്നതാണ് കേട്ടോ. എന്നാലും എനിക്കിതെങ്ങനെ ഇടയ്ക്ക് ഇപ്പം പാമ്പിൻ്റെയൊക്കെ ശല്യമല്ലേ, അപ്പോൾ നമ്മൾ ഇച്ചിരി കെയർഫുള്ളായിട്ട് ഇരുന്നേക്കാം. അതുകൊണ്ട് ഞാനിതെല്ലാം മടക്കി വെച്ചതിന് ശേഷം, ഇതെല്ലാം മടക്കി സെറ്റാക്കിയതിന് ശേഷം ഞാൻ എൻ്റെ അലമാരി കാണിച്ചു തരാം. ഇത് ഞാൻ അലമാരിയെല്ലാം മടക്കി, ഇവിടെ കറണ്ട് പോയി ഗൈസ്. അതുകൊണ്ട് ഞാൻ വീഡിയോ ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യുകയാണ്. കേട്ടോ. കാരണം കറണ്ട് പോയി, എൻ്റെ ഫോണിൽ ചാർജും ഇല്ല. ഇവിടെ എപ്പോഴും കറണ്ട് പോക്കാണ്. ഇനിയിപ്പോൾ ചെന്നിട്ടുള്ള വിശേഷങ്ങൾ, ഇന്നിപ്പോൾ പോവുമെങ്കിൽ പോകുന്നതിൻ്റെ വിശേഷങ്ങളും ഒക്കെ ആയിട്ട് വരാം. അപ്പം എല്ലാവരും മറക്കരുത്, നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. കറണ്ട് വന്നു. സബ്സ്ക്രൈബ് ചെയ്യുന്നതിൻ്റെ കൂട്ടത്തിൽ കൊണ്ട് വേർത്ത് ഒഴുകി ഞാൻ ആ നിമിഷം കൊണ്ട്. സബ്സ്ക്രൈബ് ചെയ്യുന്നതിൻ്റെ കൂട്ടത്തിൽ തൊട്ടടുത്തുള്ള ബെല്ലൈക്കനോട് ക്ലിക്ക് ചെയ്യാൻ മറക്കല്ലോ കേട്ടോ. അങ്ങനെയാണെങ്കിൽ ഞാൻ വീഡിയോ പോസ്റ്റ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടത്തുള്ളൂ. അപ്പോൾ കണ്ണാടി അവിടെ സെറ്റ് ചെയ്യാനുള്ള പരിപാടിയിലായിരുന്നു. അപ്പോൾ അത്രയേ ഉള്ളൂ. അപ്പോൾ അടുത്ത് നല്ലൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ ടാറ്റാ.